കാണാത്ത ലോകത്തെ കാണാനും കേൾക്കാത്ത ശബ്ദത്തെ കേൾപ്പിക്കാനും കഴിവുള്ള മാന്ത്രികരാണ് പുസ്തകങ്ങൾ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഭൗമികയാണ്. അഭൗമിക എന്ന വാക്കിനർത്ഥം ഭൂമിയിലില്ലാത്തത്, ഭൂമിക്ക് പുറത്തുള്ളത് എന്നൊക്കെയാണ്. പുസ്തകം കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് കവി ഉദ്ദേശിച്ചത് സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവളാണ് അഭൗമിക എന്നാണ്. സാധാരണ ജീവിതങ്ങളെ അസാധാരണ വൈകാരിക തീവ്രതയോടെ അവതരിപ്പിക്കുന്ന 20 ചെറുകഥകൾ അടങ്ങുന്ന പുസ്തകമാണ് അഭൗമിക. ഉപയോഗിക്കുന്ന ഭാഷയുടെ കൈയടക്കം കൊണ്ടും വൈകാരിക നിമിഷങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും എനിക്കിഷ്ടപ്പെട്ട കഥകളെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. ആദ്യം തന്നെ അഭൗമിക എന്ന കഥയെക്കുറിച്ച് സംസാരിക്കാം. നിന്നിലെ കാമത്തെ നിർവികാരമായി മാത്രം നോക്കിക്കാണുന്ന ഈ ഭൂമിയിലെ സുഖങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത എന്നെ ഇനിയും നീ അങ്ങനെ തന്നെ വിളിക്കുക അഭൗമികയെന്ന്. ആസക്തിയിൽ ആരംഭിക്കുന്ന ബന്ധം അപൂർണമായൊരു ചിത്രത്തിൽ കലാശിക്കുന്ന കഥയാണ് അഭൗമികയുടേത്. എനിക്ക് ഈ പുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിൽ ഒന്നുമാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ തനിയെ. സുഖമില്ലാത്ത കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കുന്ന അമ്മയുടെ കരുത്തിന്റെ കഥയാണ് തനിയെ എങ്കിൽ, അസംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന നായികയുടെ അടുത്ത് 10ാം നിലയിലെ പുരുഷൻ പ്രപ്പോസ് ചെയ്യുന്ന രംഗത്തോടെ അവസാനിക്കുന്ന 10ാമത്തെ നില എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ കൈയടക്കം പറയാതിരിക്കാനാവില്ല. ഒരു നാട്ടിലെ രസകരമായ ഒരു കള്ളന്റെ കഥ പറയുന്ന സസ്പെൻസുകൾ നിറഞ്ഞ ഒരു കഥയാണ് കള്ളൻ. അതും എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ്. അതുപോലെ സതി. താൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലാത്ത, ചേർത്ത് പിടിച്ചിട്ടില്ലാത്ത തൻ്റെ ഭാര്യയുടെ ചിതാഭസ്മം ചേർത്ത് പിടിക്കേണ്ടി വരുന്ന കുറ്റബോധവും പേറി ജീവിക്കുന്ന ഭർത്താവിന്റെ കഥയാണ് സതി. അഭൗമികയ്ക്കൊപ്പം എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കഥയാണ് സത്യഭാമ. കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങളുടെയും അവരുടെ പൂർവപര ബന്ധങ്ങളും വ്യക്തമായി വികസിപ്പിച്ചെടുത്ത കഥയാണ് സത്യഭാമ. അതൊരു ലഘു നോവലാണെന്ന് തന്നെ പറയാം. അതിൽ വരുന്ന തുമ്പപ്പൂ എന്നതിൻ്റെ ഒരു പ്ലേസ്മെന്റ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ത്രീ ശാക്തീകരണത്തിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും രസകരമായ കഥ പറയുന്ന മെമ്പർ, ഫെമിനിസം, അതും നല്ല രസമുള്ള കഥകളായിരുന്നു. അതുപോലെ ടാറ്റു, സാവിത്രി, പിന്നെ പറയുകയാണെങ്കിൽ മാവ്, മേഴ്സി, ഇതുമൊക്കെ വേറിട്ട സ്ത്രീ ജീവിതങ്ങളെയാണ് കാണിക്കുന്നത്. പിന്നെ 3-4 ഹ്രസ്വ കഥകളുണ്ട്. അതായത് വളരെ ചുരുക്കി വാക്കുകളുടെ നൈപുണ്യം കൊണ്ട് മനസ്സിൽ രേഖാചിത്രം നിർമ്മിക്കുന്ന കുറച്ച് കഥകൾ. പുഴ, പെണ്ണ്, വ്യാഴവെട്ടം, എൻ്റെ മഴ, അതൊക്കെ അതിൽ പെടുത്താവുന്ന കഥകളാണ്. മലയാളത്തിൽ ലോക നിലവാരമുള്ള കഥകളും പൂക്കാലം തീർക്കുകയാണ്. ആ കൂട്ടത്തിൽ അഭൗമികയും കൂടി നമുക്ക് ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.